ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ ലെക്ചേഴ്സ് വ്ലോഗ്സ്. അപ്പോൾ നാട്ടിൽ വന്ന് ഒരു PXC എക്സാം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് മറൈൻ ഡ്രൈവിലേക്കാണ് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഫോട്ടോ വെച്ച് മറൈൻ ഡ്രൈവിലേക്കാണല്ലോ നമ്മുടെ മെയിൻ ഏരിയാസ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നത്തെ പോലെ ഇറങ്ങാൻ നേരത്തെ വെയിലും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മഴയുമായിരുന്നു അന്തരീക്ഷം. അപ്പോൾ ഇതാണ് നമ്മുടെ തോപ്പുംപടി പാലം, പുതിയ പാലം. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തോപ്പുംപടി ദാ കാണുന്നതാണ് തോപ്പുംപടി പഴയ പാലം. അത് ബ്രിട്ടീഷുകാരുടെ നിർമ്മിതികളിൽ ഒന്നാണ് കേട്ടോ. പണ്ട് കാലത്ത് കപ്പലുകൾ സഞ്ചരിക്കാൻ വേണ്ടി ആ പാലത്തിൻ്റെ മധ്യഭാഗം ഉയർത്താൻ സാധിക്കുമായിരുന്നു. പടുകൂറ്റൻ കപ്പലുകളൊക്കെ അങ്ങനെ ഈ പാലം വഴി പാസ് ചെയ്യുമായിരുന്നു. ഒരുപാട് മൂവീസിൽ നിങ്ങൾ ആ ബ്രിഡ്ജ് കണ്ടിട്ടുണ്ടാവും. വിക്രമാദിത്യൻ, ബിബി, റോബിൻ ഹുഡ് ഒത്തിരി സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ ഇന്ത്യൻ നേവിയുടെ സദേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനമാണ് കേട്ടോ. ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളുമാണ് അവിടെ. പിന്നെ അത് പിന്നിട്ട് നമ്മൾ ഈ കാണുന്നത് എറണാകുളത്തപ്പൻ്റെ അമ്പലമാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഏരിയാസിൽ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലും കാര്യങ്ങളും അതൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് വരുന്നത്. പിന്നെ നമ്മുടെ മഹാരാജാസ് കോളേജാണ് കേട്ടോ ഈ കാണുന്നത്. എബൌട്ട് നമ്മൾ എത്താറായിട്ടോ മറൈൻ ഡ്രൈവ്. അപ്പോൾ ആ കാണുന്ന ബ്രോഡ്വേയുടെ ഏരിയാസാണ് കേട്ടോ. ഈ ഒരു ടൈം ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് തിരക്കില്ലാത്ത, കുറച്ചുകൂടി കഴിയുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഈ ഒരു ഏരിയാസിലൊക്കെ. പിന്നെ വീക്കെൻഡ്സിലും സൺഡേസിലൊക്കെ പറയേ വേണ്ട. അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവിൽ വണ്ടി പാർക്ക് ചെയ്തെത്തി. ഇതാണ് എറണാകുളം ബോട്ട് ജെട്ടി. അപ്പോൾ ഇവിടെ നിന്ന് ഓക്കെ ഒരാളെന്തോ പറഞ്ഞു പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് ബോട്ട് ജെട്ടി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഫോർട്ട് കൊച്ചിയിലോട്ടൊക്കെ ബോട്ടിങ് സൗകര്യമുണ്ട് കേട്ടോ. കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മറൈൻ ഡ്രൈവ് സ്വദേശികളെയും വിദേശികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരിടമാണ് കേട്ടോ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തിരക്കും ബഹളമൊക്കെ ഇല്ലാതെ കുറച്ച് സമയം ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്യാനായിട്ട് എറണാകുളം നഗരത്തിൽ പറ്റിയ ഒരു സ്പോട്ടാണ് നമ്മുടെ ഈ മറൈൻ ഡ്രൈവ്. അതുകൊണ്ട് തന്നെ ഈവനിങ്സിലൊക്കെ ധാരാളം ആൾക്കാരാണ് കേട്ടോ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുമ്പോൾ പഴയ കുറേ ഓർമ്മകളാണ് കേട്ടോ വരുന്നത്. കാരണം നമ്മൾ ഫ്രണ്ട്സായിട്ടാണ് കൂടുതലും ടൈം ഇവിടെ വന്നിങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുള്ളതും അതിൻ്റെ ഓരോ മെമ്മറീസൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് രാജേന്ദ്ര മൈതാനം വരെയാണ് ഈ മറൈൻ ഡ്രൈവ് നടപ്പാത ഉള്ളത്. നടപ്പാതയിൽ നമുക്ക് നിരവധി ബോട്ട് ജെട്ടികളും കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 3 പാലങ്ങളുണ്ട് കേട്ടോ. റെയിൻബോ ബ്രിഡ്ജ്, ചൈനീസ് ഫിഷിംഗ് നൈറ്റ് ബ്രിഡ്ജ്, ഹൗസ് ബോട്ട് ബ്രിഡ്ജ്. 3 ബ്രിഡ്ജാണ് നമ്മുടെ ഈ മറൈൻ ഡ്രൈവിലുള്ളത്. ഇവിടെ പല കാറ്റഗറീസ്പ്പെട്ട ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഫാമിലി ആയിട്ട് വരുന്നവർ, ഫ്രണ്ട്സ്, കപ്പിൾസ്, ഒറ്റയ്ക്ക് വന്നിരിക്കുന്നവർ, അങ്ങനെ പല ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാണ് ഇവിടെ. പലർക്കും പല ഭാവങ്ങളാണ് കേട്ടോ. ഹാപ്പി, സാഡ്നെസ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റും. അത് ഒബ്സർവ് ചെയ്യാന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വന്ന ഒരു ടൈമിൽ തിരക്കൊന്നും ഇല്ലായിരുന്നു. കാരണം ഒരു ഉച്ച കഴിഞ്ഞ ഒരു ടൈമിൽ ഈവനിങ് അങ്ങനെ അത്രയ്ക്ക് ഇങ്ങനെ ആയിട്ടുമില്ല. അപ്പോൾ ആ ഒരു സമയത്തുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മഴക്കാറും മഴ പെയ്യാനുള്ള സാധ്യതയും കൂടുതലുണ്ടായിരുന്നു ഈ ടൈമിങ്ങിൽ. വേമ്പനാട്ട് കായലിന് അഭിമുഖമായിട്ട് ധാരാളം അപ്പാർട്ട്മെൻറ്റ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നോക്കിയാലൊക്കെ നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ആയിരിക്കും കേട്ടോ സായാഹ്നങ്ങളിൽ മോർണിംഗ്സിലൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ സ്കൈലൈൻ അപ്പാർട്ട്മെൻറ്റ്സും DD സമുദ്രദർശൻ അപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഒരുപാട്, പിന്നെ അബാദ് പേ പ്രൈറ്റ് മാൾ ഒക്കെ ഇവിടെ ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പാലങ്ങളിലൊന്നാണ് കേട്ടോ ഇത്. ഇവിടെ ഒരു ചേച്ചി കൊണ്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 3 ബ്രിഡ്ജ് ഉണ്ടെന്ന്, അതിലൊരു ബ്രിഡ്ജാണ് കേട്ടോ ഇത്. സാധാരണ വീക്കെൻഡ്സിലൊക്കെ ഈ സമയത്തൊക്കെ ഭയങ്കര തിരക്കുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഇപ്പം നമ്മൾ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ തിരക്കില്ല. ഞാൻ പറഞ്ഞ അപ്പാർട്ട്മെൻറ്റ് ആട്ടോ ആ കാണുന്നത്. ഇവിടെ കയറിനാലും നമുക്ക് കായൽ ഭംഗി ആസ്വദിക്കാം. പിന്നെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴാണെങ്കിൽ ഒരുപാട് പേര് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ബോട്ട് സർവീസിന് വിളിക്കാറുണ്ട്. 100 രൂപയാണ് കേട്ടോ ബോട്ട് സർവീസിന്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കായൽ സൗന്ദര്യം ആസ്വദിച്ച് നമുക്കിങ്ങനെ വരാം. അതിൽ മുളവുകാടും പിന്നെ ബോൾഗാട്ടി പാലസും ഒക്കെ ആ ഒരു ഇതിൽ വരുന്നുണ്ട്. നമുക്ക് പോകുക അതിനെപ്പറ്റി നോക്കാം കേട്ടോ. കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലെ നൈറ്റ് വ്യൂവും നല്ല മനോഹരമായ കാഴ്ചകളിൽ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് കൂട്ടമായിട്ടൊക്കെ ഈ ഒരു സമയത്ത് ഇവിടെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടുതലും നമ്മുടെ ഈ ഭാഗത്തൊക്കെ കൂടുതൽ നോർത്ത് ഇന്ത്യൻസൊക്കെയാണ് കേട്ടോ. നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ പ്രധാന ലാൻഡ്മാർക്ക് വരുന്നതാണ് കേട്ടോ. സുഭാഷ് പാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ KSRTC സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ ഇതിനടുത്തായിട്ട്.
വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. വിശാലമായൊരു മൈതാനം ഉണ്ട് കേട്ടോ ഇവിടെ അടുത്ത് തന്നെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അന്യസംസ്ഥാനത്തു നിന്നുള്ള ഒരു വലിയ ടൂറിസ്റ്റ് ബസ്സിനൊക്കെ വരുമ്പോൾ അവർക്ക് പാർക്കിംഗ് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു നല്ലൊരു മൈതാനവും കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തണൽ മരങ്ങളും ഒക്കെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെയൊക്കെ ചില സ്ഥലത്തേക്ക് ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്. പോകുകയാണെങ്കിൽ അങ്ങോട്ട് ബോട്ട് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ 100 രൂപ, 150, 500 അങ്ങനെ ഓരോ റേഞ്ചിലാണ് ബോട്ട് സർവീസ് വരുന്നത്. ഒരുപാട് പേര് അങ്ങനെ അതിൽ പോകുന്നുണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ. എനിക്കെപ്പോഴും ഇഷ്ടം ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കായൽ ഭംഗി ആസ്വദിക്കാനായിട്ട്. കാരണം എനിക്ക് ബോട്ടിങ് പേടിയുള്ളൊരു സംഭവമാണ്. പിന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ വന്ന് ചായ കുടിക്കാനും പിന്നെ നൂൺ ടൈമിലാണെങ്കിൽ ലഞ്ചിനും ഒക്കെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളും ഇവിടെയുണ്ട്. പണ്ട് കോളേജിൽ ഫ്രീ ടൈമിൽ വരുമ്പോഴാണെങ്കിലോ വർക്ക് ചെയ്തിരിക്കുന്ന സമയത്താണെങ്കിലോ ഇവിടെ വരുമ്പോഴൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അന്നും ഇന്നും കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം ഓരോ ഓരോ ഡെവലപ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് അവരത് ബ്യൂട്ടി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുമുണ്ട്. പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഒരുപാട് തണൽ മരങ്ങളുള്ളതുകൊണ്ട് നമുക്ക് നോൺ ടൈമിൽ കൂടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റും. മറൈൻ ഡ്രൈവ് ഏറ്റവും കൂടുതൽ സഞ്ചാരികളെ അട്രാക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ സിറ്റി, ട്രാഫിക്, ബഹളം എല്ലാം നടക്കുന്നത്. എന്നാൽ ഈ ഒരു പ്ലേസ് നോക്കി എത്ര കാം പീസ്ഫുള്ളാണ് ഇവിടെ. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നമുക്കത് പെട്ടെന്ന് തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ ഇവിടെ. ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. പർച്ചേസിങ്ങിനാണെങ്കിലും ഇവിടെ ഇപ്പോൾ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ മറ്റേ ബോട്ടിലോട്ട് കയറാനുള്ള ആ ഒരു വേ ആണ് കേട്ടോ ഇത്. ഓരോ ബോട്ടും ഓരോ പ്രൈസാണ് ഞാൻ പറഞ്ഞില്ലേ. അതിൽ $100 വരുന്നതിൽ മറൈൻ ഡ്രൈവ്, ബോൾഗാട്ടി പാലസ്, മറീന, ഗ്രാൻഡ് ഹയാത്ത് അതൊക്കെ കാണിക്കുന്നുണ്ട്. 150 വരുവാണെങ്കിൽ വല്ലാർപാടം ഐലൻഡ്, DP വേൾഡ്, ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ ആ ഒരു ഏരിയ ആണ് ചുറ്റിക്കറങ്ങുന്നത്. 200 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോൾഫിൻ പോയിൻ്റ്, സീ മൗത്ത്, ആ ഒരു വൈപ്പിൻ ഐലൻഡ്, ഫോർട്ട് കൊച്ചി അതൊക്കെ 200 വരുന്നുണ്ട്. പിന്നെ നമുക്ക് 500 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് പ്രോഗ്രാം, ടീ, സ്നാക്സ് അങ്ങനെ ഓരോ കാറ്റഗറീസിലാണ് കേട്ടോ ഇവിടെ ബോട്ട് വരുന്നത്. അപ്പോൾ അടുത്തൊരു ബ്രിഡ്ജിലോട്ടുള്ള വെയിലാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ റെയിൻബോ പാലമാണെങ്കിൽ GCDA ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപമുള്ള മാർക്കറ്റ് കനാലിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഓരോ പാലവും ഓരോരോ പോയിൻറ്റ്സിലാണ് കേട്ടോ. ഹൗസ് ബോട്ട് പാലം ആണെന്നുണ്ടെങ്കിൽ അത് ഗോശ്രീ പാലത്തിന് സമീപമുള്ള മറൈൻ വോക്ക് വേയുടെ ഭാഗമാണ്. നമ്മളിങ്ങോട്ട് പോകുമ്പോഴാട്ടോ കുറച്ചധികം തിരക്കുള്ള ഒരു സ്പേസ് എത്തുന്നത്. കാരണം ഇനി കാഴ്ചകളുള്ളത് ഇനി അങ്ങോട്ടേക്കാണ്. അപ്പോൾ നമ്മൾ തുടക്കം മുതൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്രയും ദൂരത്ത് നമ്മളിങ്ങനെ നടന്നു വന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കണ്ടോ അവിടെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് മറ്റൊരു ബ്രിഡ്ജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആൾക്കാർ അത്യാവശ്യം കൂടുതലാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കുറച്ച് അടിപൊളിയാണ് കേട്ടോ. കണ്ടോ ബോട്ടൊക്കെ ഒരുപാട് ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. കൂടുതൽ ഈവനിങ് ടൈമിലായിരിക്കും കേട്ടോ പോകുന്നത്. നൂൺ ടൈമിലൊക്കെ ചൂടായതുകൊണ്ടേ. അപ്പോൾ മറൈൻ ഡ്രൈവ് വരികയെന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ് അല്ല നൈറ്റ് വരെ സ്പെൻഡ് ചെയ്താലായിരിക്കും കേട്ടോ ഇതിൻ്റെ ശരിക്കുള്ള വ്യൂവും ഭംഗിയൊക്കെ അറിയാൻ പറ്റുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ആകുമ്പോൾ മൊത്തം ലൈറ്റൊക്കെ ഇട്ട് ആ കായലിൻ്റെ ഭംഗിയും ആ ഒരു തണുത്ത കാറ്റൊക്കെ നല്ലൊരു ഫീൽ ഗുഡ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈവനിങ് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അപ്പോൾ നൈറ്റ് വരെ സ്പെൻഡ് ചെയ്യാമല്ലോ. രാവിലേക്ക് ഇവിടെ വന്ന് പിന്നെ അത്ര നേരം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ നല്ല ഈവനിങ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ടൈം നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും നല്ലൊരു ടൈമായിരിക്കും. ഇഷ്ടംപോലെ കാറും അതൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു വലിയൊരു മൈതാനം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞ വേറൊരു ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് ഭയങ്കര കണ്ടോ നല്ല തിരക്കുണ്ട് ഈ ബ്രിഡ്ജിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു സമയത്തേന് ബാക്ക്ഗ്രൗണ്ടും നല്ലൊരു ഭംഗിയായിരിക്കും. കാരണം നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്ന ഒരു സമയത്ത്. പിന്നെ അതും പിന്നിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കൂട്ടമായിട്ടും അല്ലാതെയൊക്കെ ഇങ്ങനെ ഇരിക്കുക. കണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ബോട്ട്സ് ഇങ്ങനെ നിർത്തിയിട്ട് ഇരിക്കുക കേട്ടോ. ഓരോ ആൾക്കാർ ഇങ്ങനെ ഓരോ ടൂറിസ്റ്റിൽ ഇങ്ങനെ വന്നിട്ട് അവരിങ്ങനെ കയറിയിട്ട് ആ ഒരു ബോട്ടിൽ പിന്നെ കായലിൻ്റെ ഒരു ഒരു ചുറ്റിക്കാണാൻ വേണ്ടി പോകുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഒരുപാട് മൂവീസിലൊക്കെ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇതൊരിപ്പോൾ ഈ ഒരു ബോട്ട് പുറപ്പെടുന്നുണ്ട്. അത് ഇത്രയും ക്രൗഡ് ഇട്ട് അവിടെ അവരിങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ കയറാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ.
ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ പല കാറ്റഗറീസിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഫ്രണ്ട്സോ ഫാമിലീസോ അങ്ങനെ ആരും തന്നെ ഇല്ലാതെ ഒറ്റയ്ക്ക് വന്നിരുന്നാലും ഒരു സമാധാനം കിട്ടുന്നൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. ഇവിടെ ആ ബോട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഓരോ റേറ്റ് ആണെന്ന് പറഞ്ഞില്ലേ, 100, 150, 500 ആ റേഞ്ചിൽ ഓരോ ബോട്ടും വ്യത്യസ്തമായിരിക്കും. കണ്ടോ, ബോട്ടിൻ്റെ കാര്യങ്ങളും മ്യൂസിക്കൽ ബോട്ടിങ് അതൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അവിടെ കാണിച്ചിട്ടുണ്ട്, അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കുട്ടി കുട്ടി ബോട്ടുകളും പോകുന്നുണ്ട് കേട്ടോ, നമുക്ക് കപ്പിൾസായിട്ടൊക്കെ വേണമെങ്കിൽ. ഇവിടെ നല്ലൊരു ഫുഡ് കോർട്ടും ഉണ്ട് കേട്ടോ. ആ ഫുഡ് കോർട്ടിൽ നിന്നുള്ള ഫുഡ് കഴിച്ചിട്ടുള്ള വ്യൂ നല്ല അടിപൊളിയായിരിക്കും. എക്സാം കഴിഞ്ഞുകൊണ്ട് നമ്മൾ ചായ കുടിക്കാനൊരു പരിപാടിയിലായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ കുടിക്കാന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ ഒന്നും കഴിച്ചില്ല കേട്ടോ. കൊച്ചി എന്ന് പറയുമ്പോൾ തന്നെ മെയിനായിട്ടും കായലൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റുന്നത് പ്രധാനമായിട്ടും അത് തന്നെയാണ് കേട്ടോ, കായൽ ഭംഗി. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫാമിലി ആയിട്ട് വരുന്നവരുണ്ടെങ്കിൽ സുഭാഷ് പാർക്കും ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ റിഫ്രഷ്മെൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ ആ ഒരു ഏരിയയും അടിപൊളിയായിരുന്നു. പണ്ട് നമ്മൾ ഈ നടന്നു വന്ന വോക്ക് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളൊക്കെ കൊച്ചി കായലായിരുന്നു കേട്ടോ. നല്ല ആഴമേറിയ കായലിൻ്റെ ഭാഗങ്ങൾ തന്നെയായിരുന്നു. പിന്നീട് GCD എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് പഞ്ചാബിലെ ഒരു ആർക്കിടെക്റ്റാണ് നമ്മുടെ ഈ മറൈൻ ഡ്രൈവ് ഡിസൈനും എല്ലാം രൂപകൽപ്പന ചെയ്തത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സമയം ഏകദേശം ഇവിടെ വിസിറ്റ് ചെയ്യുന്ന ആ ഒരു സമയമായിട്ടോ. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആളുകൾ ഈ ഒരു സമയത്ത് ഇവിടെ വരുന്നുണ്ട്. വർക്കിംഗ് ടൈം കഴിഞ്ഞിട്ടാണെങ്കിലും കോളേജ് വിട്ടിട്ടാണെങ്കിലും അല്ലാതെയൊക്കെ ഈ ഒരു സമയത്ത് ആൾക്കാർ ഇവിടെ ധാരാളമായി എത്തുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അടുത്ത് തന്നെ ബ്രോഡ്വേ ആയതുകൊണ്ട് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു അടിപൊളി കിടില സ്പോട്ടാണ് കേട്ടോ ബ്രോഡ്വേ, എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാൻ ബ്രോഡ്വേനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സ്വദേശികളും വിദേശികളും ഒരുപോലെ എത്തുന്നൊരിടമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ കൂടുതലും നമുക്ക് വിദേശികളെയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. വൈക്കം മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ ഒത്തിരി സാംസ്കാരിക ചരിത്ര നേതാക്കന്മാർ ഒരു കാലത്ത് തമ്പടിച്ചിരുന്ന ഒരിടമായിരുന്നു കേട്ടോ ഇവിടം. നമ്മുടെ അബ്ദുൽ കലാം സാറിൻ്റെ ഒരുപാട് കോഴ്സ് ഈ വഴി മധ്യേ വെച്ചിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കോഴ്സുകളും മോട്ടിവേഷൻ തരുന്ന കോഴ്സുകളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതിനൊരു പ്രധാന കാരണമുണ്ട്. ഈ മറൈൻ ഡ്രൈവിൻ്റെ മറ്റൊരു പേര്, അല്ലെങ്കിൽ ഇത് ഓർസോണോണക്സ് എന്ന് തന്നെ പറയാം, APJ അബ്ദുൽ കലാം മാർഗം എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. മറൈൻ ഡ്രൈവിനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ് കേട്ടോ ഷൺമുഖം റോഡ്. ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിയിലെ ഒരു പ്രധാന റോഡാണ് ഈ ഷൺമുഖം റോഡ്. 1931 മുതൽ 1945 വരെ കൊച്ചി രാജ്യത്തിലെ ദിവാനായിരുന്ന RK ഷൺമുഖം ചെട്ടിയുടെ പേരിലാണ് ഇതറിയപ്പെടുന്നത്. ഇത് നമ്മുടെ കൊച്ചി കായലിന് സമാന്തരമായിട്ടാണ് പോകുന്നത്. ഇതാണ് ഇന്ന് മറൈൻ ഡ്രൈവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എസ്പെഷ്യലി നമ്മുടെ കൊച്ചിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരുപാട് ചരിത്രം പറയാനുണ്ട്, ഒരുപാട് കഥകളുണ്ട്. അത് നമ്മുടെ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കാലം തൊട്ടാണെങ്കിലും അത് രൂപകൽപ്പന ചെയ്താണെങ്കിലും ഒരുപാട് സവിശേഷതകളുണ്ട്. മറൈൻ ഡ്രൈവ് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഫോർട്ട് കൊച്ചി ആണെങ്കിലും മട്ടാഞ്ചേരി ആണെങ്കിലും ഓരോ പ്രദേശത്തിലും ഒരുപാട് ചരിത്രം പറയാനുള്ള രീതിയിലാണ് കേട്ടോ നമ്മുടെ കൊച്ചി ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കൊച്ചിയെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ഏറെക്കുറെ വ്യത്യസ്തമാക്കുന്നത്. കരക്കാഴ്ചകൾ വ്യത്യസ്തമാകുന്ന പോലെ തന്നെ കായൽ കാഴ്ചകളും വ്യത്യസ്തമാണ് കേട്ടോ. വ്യത്യസ്ത തരത്തിലുള്ള ബോട്ടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങകലെ പോകുന്ന ആ ഒരു ബോട്ടിൻ്റെ മാതൃകയായിരിക്കില്ല നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ബോട്ടുകൾ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനും നമുക്കിടെ ഉല്ലാസത്തിന് വേണ്ടി ഇഷ്ടമുള്ള ബോട്ടുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം. ആ ഒരു കൊട്ടവെള്ളം പോലെയുള്ള ബോട്ടാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് മോഡേൺ ബോട്ടുകളാണ്, പിന്നെ ഇരുനില ബോട്ടുകൾ, പിന്നെ കപ്പിൾസിന് മാത്രം പോകാൻ പറ്റിയ ബോട്ട്സ്, അങ്ങനെ വ്യത്യസ്ത രീതിയിലാണ് കേട്ടോ ഇവിടെ. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ബോട്ടുകളൊക്കെ ഏറെക്കുറെ കായൽ തീരത്ത് തന്നെ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ മറൈൻ ഡ്രൈവ്. അപ്പോൾ നമ്മൾ ബോട്ട് യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എൻ്റെ സ്വദേശം കൊച്ചി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടെ വരാറുണ്ട് തന്നെ ഇതെനിക്കൊരു പുതുമയായിരുന്നില്ല. പക്ഷെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ കായൽ ഭംഗി ആസ്വദിക്കാതെ പോകരുത് കേട്ടോ. നേരം വൈകുന്തോറും മറൈൻ ഡ്രൈവിലേക്ക് എത്തുന്ന ആൾക്കാരുടെ എണ്ണവും കൂടിക്കൂടി വന്നു. കായൽ കാഴ്ചകൾ എത്ര കണ്ടാൽ മതി വരാത്തതാണ് കേട്ടോ, ബീച്ച് ലവേഴ്സിന് എക്സ്പെഷ്യലി. കണ്ടോ, അവിടെ ഒരുപാട് പേര് ബോട്ടിലോട്ട് ഇപ്പോൾ കയറാൻ വേണ്ടി ക്യൂ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് അവരൊരു ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ടൂർ പാക്കേജൊക്കെ പോലെ വന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ മറൈൻ ഡ്രൈവിലെ യാത്രകളോട് നമ്മളിന്ന് ബൈ പറയാം കേട്ടോ.
അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് കുറേ നേരമായി, നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോക്ക് വരുന്നവരെ സൈനിങ് ഓഫ് ലക്ഷ്മി.